നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യാത്രയയപ്പ് നൽകി. വേൾഡ് മലയാളി കൗൺസിൽ കലാസാംസ്കാരിക വേദി ഷോർട്ട് ഫിലിം മേള സംഘടിപ്പിക്കുന്നു. ജോർദാൻ വഴി ഗസയിലേക്ക് സഹായമെത്തിച്ച ഖത്തർ. മജ്ലിസ് പൊതുപരീക്ഷ തിളക്കമാർന്ന ജയത്തോടെ ഖത്തറിലെ വിദ്യാർത്ഥികൾ. അടുക്കളത്തോട്ടം യുവ കർഷക പുരസ്കാര വിജയികൾ. കഴിഞ്ഞ വർഷം തീപിടിച്ചത് 953 വാഹനങ്ങൾക്ക്. തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ ആകാംക്ഷയോടെ പ്രവാസി ഇന്ത്യക്കാർ. കനത്ത ചൂട്. മസ്കത്തിലെ ഇന്ത്യൻ സ്കൂളുകൾ പഠനം ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറ്റുന്നു. യാത്രയയപ്പ് നൽകി. അബുദാബിയിൽ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങുന്ന KC ശക്തി തിയേറ്റേഴ്സ് സജീവ പ്രവർത്തകരായ ഗോവിന്ദൻ നമ്പൂതിരിക്കും സിന്ധുജി നമ്പൂതിരിക്കും വിവിധ സംഘടനകൾ സംയുക്തമായി യാത്രയയപ്പ് നൽകി. കേരള സോഷ്യൽ സെന്റർ, ശക്തി തിയേറ്റേഴ്സ് അബുദാബി, യുവകലാ സാഹിതി, ഫ്രണ്ട്സ് ADMS എന്നീ സംഘടനകൾ ചേർന്നാണ് യാത്രയയപ്പ് നൽകിയത്. KSC പ്രസിഡന്റ് AK ബീരാൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യാത്രയയപ്പ് സമ്മേളനത്തിൽ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച KV ബഷീർ, AL സിയാദ്, M രാഗേഷ്, ഗഫൂർ എടപ്പാൾ, സഫറുല്ല പാലപ്പെട്ടി, B യേശുശീലൻ, ഗണേഷ് ബാബു, രാജൻ, സജീഷ് നായർ, പ്രകാശ് പല്ലിക്കാട്ടിൽ, റോയ് A വർഗീസ്, നൌഷാദ് കോട്ടയ്ക്കൽ, സലീം ചിറക്കൽ, സലീം ചോലമുഖത്ത്, K സത്യൻ, ലതീഷ്, CMP ഹാരിസ്, V നികേഷ്, അജീബ് പരവൂർ, വിഷ്ണു മോഹൻദാസ്, RPN സൗമ്യ, സുമ വിപിൻ, അസീസ് ആനക്കര, പ്രമോദ്, ജോൺ വർഗീസ്, ഷെരീഫ് മാന്നാർ, ഗീത ജയചന്ദ്രൻ, മനോജ് ശങ്കർ, പ്രീത നാരായണൻ, ചിത്ര ശ്രീവത്സൻ, ആനന്ദലക്ഷ്മി ഷെരീഫ്, ഷംല സബ, ഷോബി അപ്പുക്കുട്ടൻ, ബിജു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, അബുദാബി. വേൾഡ് മലയാളി കൗൺസിൽ കലാസാംസ്കാരിക വേദി ഷോർട്ട് ഫിലിം മേള സംഘടിപ്പിക്കുന്നു. ദുബായ് ലോക മലയാളികളുടെ ഏറ്റവും വലിയ കൂട്ടായ്മയായ വേൾഡ് മലയാളി കൗൺസിലിന്റെ ഇന്റർനാഷണൽ ആർട്ട് ആൻഡ് കൾച്ചറൽ ഫോറം രാജ്യാന്തര ഷോർട്ട് ഫിലിം മേള സംഘടിപ്പിക്കുന്നു. മികച്ച ചലച്ചിത്ര പ്രതിഭകളെ കണ്ടെത്തുന്നതിനായി IV ശശിയുടെ സ്മരണ നിലനിർത്തി IV ശശി ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ എന്ന പേരിലായിരിക്കും മേള. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം നിർവഹിച്ച വേൾഡ് മലയാളി കൗൺസിൽ മിഡിൽ ഈസ്റ്റ് മേഖലാ സമ്മേളനത്തിലാണ് ഗ്ലോബൽ പ്രസിഡന്റ് ജോൺ മത്തായി മേളയുടെ പോസ്റ്ററും ടീസറും പ്രകാശനം ചെയ്തത്. മത്സരത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ 2 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഷോർട്ട് ഫിലിമുകൾ ജൂലൈ 10 മുൻപ് സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് പ്രസിഡന്റ് ചെറിയാൻ T കീക്കാട് 971566418002, ജനറൽ സെക്രട്ടറി സൂരജ് ലാൽ 971504677543, കൺവീനർ വിനോദ് നാരായണൻ 9733343438. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. ജോർദാൻ വഴി ഗസയിലേക്ക് സഹായമെത്തിച്ച ഖത്തർ. ദോഹ ജോർഡൻ വഴി ഗസയിലേക്ക് കൂടുതൽ സഹായ വസ്തുക്കൾ എത്തിച്ച ഖത്തർ ചാരിറ്റി. ഇസ്രായേൽ അധിനിവേശ സേനയുടെ ആക്രമണങ്ങൾ കൊണ്ട് ജീവിതം ദുസ്സഹമായ ഗസയിലേക്ക് ആശ്വാസമെത്തിക്കുന്ന ഏക വഴിയായ റഫയും യുദ്ധഭൂമിയായതോടെയാണ് ബദൽ വഴിയിലൂടെ ഖത്തർ സഹായം പുനഃസ്ഥാപിച്ചത്. മെയ് 6 ഇസ്രായേൽ അധിനിവേശ സേന റഫയിൽ ആക്രമണം ആരംഭിച്ചതിനു ശേഷം ഗസയിലേക്കുള്ള അന്താരാഷ്ട്ര സഹായത്തിന്റെ ഒഴുക്ക് 1/3 കുറഞ്ഞിരുന്നു. ഇതോടെയാണ് ഖത്തറിന്റെ നേതൃത്വത്തിൽ ബദൽ വഴി തേടിയത്. 4 ദിവസങ്ങളിലായി നടന്ന ദൗത്യത്തിലൂടെ 10,000 ഭക്ഷ്യപ്പൊതികളും 15 ടൺ മെഡിക്കൽ എയ്ഡും ഗസയിലെത്തി. കുടുംബത്തിന് 1 മാസത്തോളം കഴിയാനുള്ള ശേഷിയിലാണ് ഓരോ ഭക്ഷ്യപ്പൊതിയും തയ്യാറാക്കിയത്. സർക്കാരിന് കീഴിലുള്ള ജോർഡൻ ഹഷിമിദെ ചാരിറ്റി ഓർഗനൈസേഷന്റെ സഹകരണത്തോടെയായിരുന്നു ദുരിതാശ്വാസ വസ്തുക്കൾ എത്തിച്ച് നൽകിയത്. ജോർഡനിലെ ഖത്തർ അംബാസഡർ ഷൈഖ് സൗദ് ബിൻ നാസർ ബിൻ ജാസിം അൽ ധാനി, ജോർഡനിലെ ഖത്തർ ചാരിറ്റി ഓഫീസ് ജനറൽ സൂപ്പർവൈസർ സാലിഹ് അൽ മറി എന്നിവർ ട്രാക്ക് വ്യൂഹത്തെ യാത്രയേക്കാനെത്തിയിരുന്നു. ഒക്ടോബർ 7 ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതു മുതൽ ഖത്തർ ഗസയിലേക്ക് മരുന്നും താമസ സൗകര്യങ്ങളും ഭക്ഷ്യവസ്തുക്കളും എത്തിക്കുന്നുണ്ട്. ഈജിപ്തിലെ അൽ അരീഷ് വിമാനത്താവളം വഴി 95 വിമാനങ്ങളിലായി 1000-ലേറെ ടൺ വസ്തുക്കൾ എത്തിച്ചു. അതേസമയം റഫയും ആക്രമണ ലക്ഷ്യമായി മാറിയതോടെ
20 ദിവസത്തിനിടെ ഒരു തവണ മാത്രമാണ് അതിർത്തി തുറന്നു നൽകിയത്. 24 മണിക്കൂറിൽ കുറഞ്ഞ സമയത്തിൽ 200 വാഹനങ്ങൾ മാത്രമാണ് ഗസയിലേക്ക് കടത്തിയത്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദോഹ. മജ്ലിസ് പൊതുപരീക്ഷ തിളക്കമാർന്ന ജയത്തോടെ ഖത്തറിലെ വിദ്യാർത്ഥികൾ. ദോഹയിൽ കേരള മദ്രസ എഡ്യൂക്കേഷൻ ബോർഡ് ഏപ്രിൽ മാസത്തിൽ നടത്തിയ 7ാം ക്ലാസ് പൊതുപരീക്ഷയിൽ ഖത്തറിലെ അൽ മദ്രസ അൽ ഇസ്ലാമിയ സ്ഥാപനങ്ങൾ മികച്ച വിജയം. വക്ര ശാന്തിനികേതൻ മദ്രസയിലെ ദിയ മറിയം 450-ൽ 450 മാർക്ക് നേടി മജ്ലിസ് ടോപ്പേഴ്സിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. വക്ര ശാന്തിനികേതൻ മദ്രസയിലെ തന്നെ വിദ്യാർത്ഥികളായ സിദ്ര മറിയം 449, മുഹമ്മദ് ഫിത്സാൻ 447, ഫഹ്മ VP 447, ദോഹ മദ്രസയിലെ റഫ ഫാത്തിമ 447 എന്നിവർ മജ്ലിസ് ടോപ്പേഴ്സ് ലിസ്റ്റിൽ നിന്നും 2ഉം 4ഉം സ്ഥാനങ്ങൾ നേടി. 4 മദ്രസകളിലായി ആകെ 186 വിദ്യാർത്ഥികളാണ് ഇത്തവണ പൊതുപരീക്ഷ എഴുതിയത്. ആകെ 92 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ അൽ മദ്രസ അൽ ഇസ്ലാമിയ ശാന്തിനികേതൻ വക്ര 100% വിജയം രേഖപ്പെടുത്തി. 20 വിദ്യാർത്ഥികൾ മജ്ലിസ് ടോപ്പേഴ്സ് ലിസ്റ്റിൽ ഇടം പിടിച്ചു. 3 വിദ്യാർത്ഥികൾ ഫുൾ A+ഉം 29 വിദ്യാർത്ഥികൾ A+ ഗ്രേഡും 30 പേർ A ഗ്രേഡും നേടി. 73 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ അൽ മദ്രസ അൽ ഇസ്ലാമിയ ദോഹയിൽ 5 പേർ മജ്ലിസ് ടോപ്പേഴ്സ് ലിസ്റ്റിൽ ഇടം പിടിച്ചപ്പോൾ 11 പേർ A+ ഗ്രേഡും 25 വിദ്യാർത്ഥികൾ A ഗ്രേഡും നേടി. അൽ മദ്രസ അൽ ഇസ്ലാമിയ സ്കോളേഴ്സ് 15 വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്കിരുത്തി 100% വിജയം കൈവരിച്ചു. തിളക്കമാർന്ന വിജയം നേടിയ വിദ്യാർത്ഥികളെയും നേതൃത്വം നൽകിയ അധ്യാപകരെയും രക്ഷിതാക്കളെയും സെന്റർ ഫോർ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഖത്തർ പ്രസിഡന്റ് കാസിം TK, മദ്രസ എഡ്യൂക്കേഷൻ ബോർഡ് അംഗങ്ങൾ, മദ്രസ PTA ഭാരവാഹികൾ, മദ്രസ പ്രിൻസിപ്പൽമാരായ ഡോക്ടർ അബ്ദുൽ വാസിഖ്, MT ആദം, KN മുജീബ് റഹ്മാൻ കൊടിയത്തൂർ തുടങ്ങിയവർ അനുമോദിച്ചു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദോഹ. അടുക്കളത്തോട്ടം യുവ കർഷക പുരസ്കാര വിജയികൾ. ദോഹയിൽ നമ്മുടെ അടുക്കളത്തോട്ടം ദോഹ നേതൃത്വത്തിൽ ഖത്തറിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ യങ് ഫാർമർ മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചു. ലിവിന ലിൻസൺ 1ാം സ്ഥാനം നേടി. 2ാം സ്ഥാനം ജോഫ് അലക്സ് ജോറസ്, 3ാം സ്ഥാനം ഹയ ഫാത്തിമ, ജിസ് തെരേസ ജിറ്റോ എന്നിവരും നേടി. അർലൈൻ ജോൺസൺ പ്രോത്സാഹന സമ്മാനത്തിന് അർഹനായി. കഴിഞ്ഞ വർഷം നടന്ന സീസൺ 3 മത്സരം കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായെന്നും പങ്കെടുത്തവർ മികച്ച രീതിയിൽ കൃഷി ചെയ്തതായും സംഘാടകർ അറിയിച്ചു. സെപ്റ്റംബറിൽ നടക്കുന്ന ജൈവ കാർഷികോത്സവം പരിപാടിയിൽ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യും. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദോഹ. കഴിഞ്ഞ വർഷം തീപിടിച്ചത് 953 വാഹനങ്ങൾക്ക്. രാജ്യത്തെ വാഹനങ്ങൾക്ക് തീപിടിക്കുന്ന സംഭവങ്ങൾ വർദ്ധിക്കുകയാണെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയുടെ കണക്കുകൾ. 2023-ൽ രാജ്യത്താകമാനം 953 വാഹനങ്ങൾക്കാണ് തീപിടിച്ചത്. എന്നാൽ മുൻ വർഷം ഇതുമായി ബന്ധപ്പെട്ട് 917 കേസുകളായിരുന്നു റിപ്പോർട്ട് ചെയ്തത്. ടാങ്കിൽ നിന്നോ പൈപ്പിൽ നിന്നോ ഇന്ധനമോ എണ്ണച്ചോർച്ചയോ കാരണമാണ് വാഹനത്തിന് തീപിടിക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന്. കാറ്റുകൂടിയതോ കുറഞ്ഞതോ ആയ ടയറുകൾ, ഇന്ധനം നിറയ്ക്കുമ്പോൾ സുരക്ഷാ നടപടിക്രമങ്ങൾ പാലിക്കാത്തത്, പുകവലി, മൊബൈൽ ഫോൺ ഉപയോഗം, വ്യാജ സ്പെയർ പാർട്സുകളുടെ ഉപയോഗം, പ്രൊഫഷണൽ അല്ലാത്ത മെക്കാനിക്കിന്റെ വാഹന അറ്റകുറ്റപ്പണികൾ, കൂളന്റിലെ ജലനിരപ്പ് കുറഞ്ഞതിനാൽ ഉയർന്ന എഞ്ചിൻ താപനില, അധിക ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും കണക്ഷനുകളും ഇൻസ്റ്റാൾ ചെയ്യൽ എന്നിവയും തീപിടുത്തത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങളെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, മസ്കറ്റ്. തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ ആകാംക്ഷയോടെ പ്രവാസി ഇന്ത്യക്കാർ. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ ആകാംക്ഷയോടെ പ്രവാസി ഇന്ത്യക്കാർ. മിക്ക ഗൾഫ് രാജ്യങ്ങളിലും മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർ ഫലമറിയാൻ ടെലിവിഷൻ ചാനലുകളിലും ഓൺലൈൻ മാധ്യമങ്ങളിലും കണ്ണും നട്ടിരിക്കുന്നു. മിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളിലും NDA മുന്നണിക്ക് ഭൂരിപക്ഷം പ്രവചിച്ചിരുന്നുവെങ്കിലും ഇന്ത്യ മുന്നണി ഏതാണ്ട് ഒപ്പത്തിനൊപ്പം തുടരുന്നതിൽ ഭൂരിഭാഗം പേരും സന്തോഷത്തിലാണ്. തിരുവനന്തപുരത്ത് ശശി തരൂരും തൃശൂർ K മുരളീധരനും പിന്നിൽ നിൽക്കുന്നതിനുള്ള സങ്കടം ചിലർ മറച്ചുവെക്കുന്നില്ല. അവസാന നിമിഷം ഫലം മാറിമറിയുന്ന പ്രതീക്ഷ വെച്ചുപുലർത്തുന്നവരും ഒട്ടേറെ. ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ലാതായിട്ടില്ലെന്നതിന്റെ സൂചനയാണ് ഈ ഫലം നൽകാൻ പോകുന്നതെന്ന പ്രതീക്ഷയിലാണ് മിക്കവരും. UAE സമയം രാവിലെ 6:30 തന്നെ ആളുകൾ ഫലമറിയാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഇന്ന് ഗൾഫിലും പ്രവൃത്തി ദിനമായതിനാൽ ഓഫീസുകളിലും മറ്റുമിരുന്നാണ് ആളുകൾ ഫലമറിയുന്നത്. ദുബായ് KMCC, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ആസ്ഥാനം എന്നിവിടങ്ങളിൽ ഒട്ടേറെ പേർ ഒന്നിച്ചിരുന്ന ഫലം വിലയിരുത്തുന്നുണ്ട്. വോട്ടവകാശം വിനിയോഗിക്കാൻ നാട്ടിലേക്ക് പോയതുപോലെ ഫലമറിയാനും യാത്ര തിരിച്ചവരുണ്ട്.
വോട്ടഭ്യർത്ഥിച്ച UDF, LDF മുന്നണികളിലെ സ്ഥാനാർത്ഥികൾ ഗൾഫ് സന്ദർശിച്ചിരുന്നു. ഏതായാലും വൈകിട്ട് ജോലി കഴിഞ്ഞ് വിജയാഘോഷം നടത്താനാണ് വിവിധ പാർട്ടി അനുഭാവികളായ പ്രവാസികളുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. കനത്ത ചൂട്. മസ്കത്തിലെ ഇന്ത്യൻ സ്കൂളുകൾ പഠനം ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറ്റുന്നു. ചൂട് കനത്തതോടെ മസ്കത്തിലെ വിവിധ ഇന്ത്യൻ സ്കൂളുകൾ പഠനം ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറ്റുന്നു. അടുത്തയാഴ്ച അവധി തുടങ്ങാനിരിക്കെയാണ് താൽക്കാലികമായി ഓൺലൈൻ പഠനം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒമാനിലെ വിവിധ പ്രദേശങ്ങളിൽ 50 ഡിഗ്രി സെൽഷ്യസിനടുത്താണ് താപനില രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. വിദ്യാർത്ഥികളും അധ്യാപകർക്കും മറ്റു ജീവനക്കാർക്കും സഹായകരമാകുമെന്നാണ് കരുതുന്നത്. സമയത്തിൽ പുനഃക്രമീകരണം നടത്തിയാണ് ഇന്ത്യൻ സ്കൂൾ മസ്കത്ത് ചൂടിനെ പ്രതിരോധിക്കാനായി സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. KG 1, KG 2 ക്ലാസുകളിൽ രാവിലെ 8:15 മുതൽ 10:30 വരെയും 1 മുതൽ 4 വരെ ക്ലാസുകളിൽ രാവിലെ 7:50 മുതൽ 12 വരെയും 5-ന് മുകളിൽ ക്ലാസുകളിൽ രാവിലെ 7:10 മുതൽ ഉച്ചയ്ക്ക് 12 വരെയായിരിക്കും പഠനം. ഇന്ത്യൻ സ്കൂൾ ദാർസേത്ത് 3 മുതൽ 12 വരെയുള്ള ക്ലാസുകളിൽ ഓൺലൈൻ പഠനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, മസ്കത്ത്. UAE ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.